പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരം കടപുഴകി വീണ് നൈനാങ്കാട് കാക്കശ്ശേരിയിലെ ദേവീക്ഷേത്രത്തിന്റെ മേൽക്കൂരയും തകർന്നു. പുഴകൾ, വെള്ളച്ചാട്ടങ്ങൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, എന്തായാലും അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. നിലവിൽ പാലക്കാട് ഏത് രീതിയിലാണ് മഴ തുടരുന്നത്? എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? വൈകുന്നേരം മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പാലക്കാട് ജില്ലയിലെ പുഴകൾ, വെള്ളച്ചാട്ടങ്ങൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതിനും വരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കരുതെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയ അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനി അത്തരത്തിലുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ അടക്കം ഉണ്ടാകും. ഏതാണെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ഉണ്ടാകണമെന്നുള്ള കാര്യങ്ങൾ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഴക്കാഞ്ചേരിയിലാണ് ഇത്തരത്തിൽ കവളപ്പാടം സ്വദേശിയായിട്ടുള്ള കേശവന്റെ വീടാണ് തകർന്നത്. അത്തരത്തിൽ അവര് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതകരമായി രണ്ടുപേരും രക്ഷപ്പെടുകയായിരുന്നു. കേശവനും ഭാര്യ മീനാക്ഷിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. വൈകുന്നേരം മുതൽ ഈ പ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്തത്. നിരവധിയായ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല സ്ഥലത്തും വൈദ്യുതി മരങ്ങൾ വീണ് മുടങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പാലക്കാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം മുതൽ ശക്തമായ മഴയാണ് പാലക്കാട് ഉള്ളത്. ശരി അജിത് ബാബു, പാലക്കാട് അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നിർദ്ദേശങ്ങളെല്ലാം തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്.